ചായക്കട പ്രണയൻ ഭാഗം 2. ബാബുവിന്റെ കയ്യിൽ കത്ത്, നെഞ്ചിടിപ്പ് 200. അവൾ വന്നു. എന്നത്തെയും പോലെ ചായ കുടിച്ചു, പരിപ്പോട കഴിച്ചു. പോകാൻ നേരം ബാബു വിറയ്ക്കുന്ന കൈയോടെ കത്ത് നീട്ടി. ശ്രീലക്ഷ്മി ഒന്ന് നിന്നു, ബാബുവിനെ നോക്കി. ആദ്യമായി 2 സെക്കൻഡ് കണ്ണിൽ നോക്കി, പിന്നെ പതുക്കെ കത്ത് വാങ്ങി ബാഗിൽ വെച്ചു. ഒന്നും മിണ്ടാതെ പോയി. ബാബു അവിടെ തന്നെ നിന്നു 1 മണിക്കൂർ. അവൾ വായിക്കുമോ ഏട്ടാ? അവൾ ദേഷ്യപ്പെടുമോ? ബാബു സുഖുവിനോട് ചോദിച്ചു. നോക്കാം, സുഖച്ചേട്ടൻ പറഞ്ഞു. നാളെ അവൾ വന്നില്ലെങ്കിൽ കഥ തീർന്നു, വന്നാൽ കഥ തുടങ്ങി. രാത്രി ബാബു ഉറങ്ങിയില്ല. ഗ്യാസ് സ്റ്റവിന്റെ അടുത്തിരുന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു. ഭഗവാനെ, അവൾ നാളെ വരണേ, ഒരു പരിപ്പോടെങ്കിലും കഴിക്കണേ. അടുത്ത ദിവസം ബാബു ക്ലോക്കിൽ നോക്കി. ഇന്നലത്തേക്കാൾ സ്പീഡിൽ ഹാർട്ടിടിക്കുന്നുണ്ട്. 7 മണി. പ്ലാറ്റ്ഫോം 3ലേക്കുള്ള വഴിയിൽ അനക്കം. അവൾ, ശ്രീലക്ഷ്മി വരുന്നു. പക്ഷെ ഇന്ന് അവളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി. അവൾ കടയിലേക്ക് വന്നു, ബെഞ്ചിലിരുന്നു. ബാബുവിനെ നോക്കി, പിന്നെ ബാഗ് തുറന്നു. ഒരു പുതിയ ഡയറി പേജ് എടുത്ത് ഗ്യാസ് സ്റ്റവിന്റെ അടുത്ത് വെച്ചു. അതിൽ എഴുതിയിരിക്കുന്നു, 2 പരിപ്പോട വേണ്ട ബാബുവേട്ടാ, 1 മതി. പക്ഷേ പഞ്ചസാര കൂട്ടി എനിക്ക് സ്വീറ്റ് നല്ല ഇഷ്ടാ. താഴെ 2 സ്മൈലി ഫേസ്. ബാബു ആ കടലാസും പിടിച്ച് സുഖുച്ചേട്ടനെ നോക്കി. സുഖുച്ചേട്ടൻ കൈയടിച്ചു. കടയിലെ കസ്റ്റമേഴ്സ് മുഴുവൻ കൈയടിച്ചു. ഡാ ബാബു, സുഖുച്ചേട്ടൻ വിളിച്ചു. ഓപ്പറേഷൻ 7 മണിക്കാരി സക്സസ്. ബാബു ചിരിച്ചു. കവിളിലെ കുഴി 2 ഇഞ്ച് താഴ്ന്നു. പുറത്ത് KSRTC ബസ് ഫോണടിച്ചു. ഗുരുവായൂർ, തൃശൂർ, കോഴിക്കോട്. പക്ഷേ ബാബുവിന്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ബസ് മാത്രം. ബാബു ശ്രീലക്ഷ്മി എക്സ്പ്രസ്. ഡെസ്റ്റിനേഷൻ പ്രേമം. ബാബുവിന് ആ രാത്രി ഉറക്കം വന്നില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാദസ്വരം പോലെ അവന്റെ തലയ്ക്കകത്ത് ഒരു ചോദ്യം മാത്രം. അവൾ എന്തിനാ ആ കടലാസ് എഴുതി വെച്ചത്? പിറ്റേന്ന് രാവിലെ 5 മണിക്ക് തന്നെ ബാബു കട തുറന്നു. ആവി പറക്കുന്ന വെള്ളത്തിൽ തേയില ഇടുമ്പോഴും പരിപ്പ് കുതിർത്തുമ്പോഴും അവന്റെ കണ്ണ് ആ ബെഞ്ചിൽ തന്നെ. കൃത്യം 7 മണി. അവൾ വന്നു. ഇന്നലത്തെ അതേ ചുരിദാർ, മുടി കെട്ടിവെച്ചിരിക്കുന്നു, ബാഗ് തോളിൽ. ഒരു ചായ, ഒരു പരിപ്പോട, അത്രയും മാത്രം. ശബ്ദം ഇന്നലത്തേക്കാൾ പതിഞ്ഞതുപോലെ. ബാബുവിനെ ഒന്ന് നോക്കുപോലും ചെയ്തില്ല. ബാബു പതിവിലും കൂടുതൽ പഞ്ചസാരയിട്ട് ചായ കൊടുത്തു. പരിപ്പോടയിൽ ഉള്ളി കുഴച്ചു. അവൾ കഴിക്കുന്നതിന് ഒളിങ്ങാനിട്ട് നോക്കി. അവളുടെ ചുണ്ടിൽ ഒരു അനക്കവുമില്ല. പക്ഷേ പ്ലേറ്റ് കാലിയാക്കി. പോകാൻ നേരം അവൾ ബാഗ് തുറന്നു. ബാബുവിന്റെ നെഞ്ചിരിപ്പ് കൂടി. ഇന്ന് എന്തേലും എഴുതുമോ? അവൾ 20 രൂപ കൗണ്ടറിൽ വെച്ചു. എന്നിട്ട് ഒന്നും എഴുതാതെ തിരിഞ്ഞു നടന്നു. ബാബുവിന്റെ മുഖം വാടി. ചേ, ഇന്നലത്തെ ഒരു അബദ്ധമായിരിക്കും. കട അടച്ച് വൃത്തിയാക്കുമ്പോൾ ബാബു ടേബിൾ തുടച്ചു. അപ്പോഴാണ് കണ്ടത്, ബെഞ്ചിന്റെ വിടവിൽ ആരും കാണാതെ ഒരു ചെറിയ കടലാസ് കഷ്ണം. വിടുന്ന കണ്ണോടെ ബാബു അതെടുത്തു. അതിൽ പെൻസിൽ കൊണ്ട് എഴുതിയിരിക്കുന്നു, ഇന്നത്തെ ചായ പഞ്ചസാര കൂടുതൽ നല്ലത്, പരിപ്പുവട ഉള്ളിക്കുറവ് അതിലും നല്ലത്. പക്ഷേ നിങ്ങൾ എന്നെ അങ്ങനെ നോക്കാതെ. ബാബുവിന്റെ കയ്യിൽ നിന്ന് തൂവാല താഴെ വീണു. എന്നെ നോക്കാതെ, അവൻ സ്വയം പറഞ്ഞു. അപ്പൊ അവൾക്ക് അറിയാമായിരുന്നു ഞാൻ ഒളിഞ്ഞു നോക്കുന്നത്. അവൾ കണ്ടിരുന്നു. നാണം കൊണ്ട് ബാബുവിന്റെ മുഖം തക്കാളി പോലെ ചുവന്നു. പക്ഷെ ഉള്ളിൽ ലഡുപൊട്ടി. അവൾക്ക് എന്നെ ഇഷ്ടമാണോ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ എഴുതുന്നത്? ഒരു പെണ്ണ് വെറുതെ ഒരു ചായക്കടക്കാരന് കുറിപ്പ് എഴുതുമോ? കടയിലെ സ്ഥിരം കസ്റ്റമർ സുകുമാരൻ ചേട്ടൻ അപ്പോഴാണ് അകത്തേക്ക് കയറി വന്നത്. എന്താടാ ബാബു, സ്വപ്നം കണ്ടു നിൽക്കുവാണോ? ഒരു കട്ടനടിക്ക്. ബാബു ധൃതിയിൽ കുറിപ്പ് പോക്കറ്റിൽ തിരികെ. ഇല്ല ചേട്ടാ, ഒന്നുമില്ല. പിന്നെ നിന്റെ മുഖം കണ്ടാ പറയും, ആ 7 മണിക്കാരി ഇന്ന് വന്നില്ലേ? ബാബു ചിരി ഒളിപ്പിച്ചു. വന്നു. അവളൊന്ന് ചിരിച്ചൂടെ നിനക്ക്? നീ ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കാതെ നേരെ ചെയ്ത് ചോദിക്കേ, എന്റെ പെണ്ണെ, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന്. അയ്യോ ചേട്ടാ, ബാബു കട്ടനാട്ടിക്കൊണ്ട് പറഞ്ഞു. അതൊക്കെ സിനിമയിൽ. ജീവിതത്തിൽ അങ്ങനെ ചോദിച്ചാൽ അവൾ പിന്നെ ഈ വഴി വരില്ല. രാത്രി മുഴുവൻ ബാബു ആ കുറിപ്പ് 100 തവണ വായിച്ചു. നിങ്ങൾ എന്നെ അങ്ങനെ നോക്കാതെ. അങ്ങനെ എന്ന് വെച്ചാൽ എങ്ങനെ? ദേഷ്യത്തോടെയാണോ സ്നേഹത്തോടെയാണോ? അവൾ ഡയറി എടുത്ത് അതിന്റെ ഒരു കോപ്പി എഴുതി വെച്ചു. അടിയിൽ സ്വന്തമായി എഴുതി, നാളെ ഞാൻ നോക്കില്ല, പ്രോമിസ്. പിറ്റേന്ന് ബാബു ഒരു തീരുമാനമെടുത്തു. ഇനി ഒളിഞ്ഞു നോക്കില്ല. പക്ഷേ സത്യം അറിയണം. അവൻ ഗുരുവായൂരിലെ ഒരു ഇലക്ട്രോണിക്സ് കടയിൽ പോയി 2000 രൂപയ്ക്ക് ഒരു ചെറിയ CCTV ക്യാമറ വാങ്ങി. കടയുടെ മൂലയിൽ ചായപാത്രങ്ങൾക്കിടയിൽ ആരും കാണാതെ അവൻ അത് സെറ്റ് ചെയ്തു. മൊബൈലിൽ ലൈവായി കാണാം. ഞാനൊരു തെറ്റും ചെയ്യുന്നില്ലല്ലോ, എനിക്ക് എന്റെ ജീവിതത്തിലെ സന്തോഷം ആരാണെന്ന് അറിയണം, അത്രയല്ലേ ഉള്ളൂ, അവൻ സ്വയം ന്യായീകരിച്ചു. കൃത്യം 7 മണി അവൾ വന്നു. ബാബു ഇത്തവണ മനഃപൂർവ്വം തിരിഞ്ഞു നിന്ന് കട്ടനടിച്ചു. നോക്കിയില്ല. വാക്ക് കൊടുത്തതല്ലേ. ഒരു ചായ, ഒരു പരിപ്പോട. ബാബു തിരിഞ്ഞു പോലും നോക്കാതെ പ്ലേറ്റ് നീക്കി വെച്ചു. ദാ, അവൾ ചായ കുടിക്കുന്ന ശബ്ദം മാത്രം ബാബുവിനെ ഉള്ളം പിളച്ചു. ദൈവമേ, എന്റെ CCTVയിൽ എന്തെങ്കിലും പതിയണേ.
5 മിനിറ്റ് കഴിഞ്ഞ് അവൾ എഴുന്നേറ്റു. ക്യാഷ് വെച്ചു. ബാബു അപ്പോഴും ഗ്യാസ് അടുപ്പിനെ തന്നെ നോക്കി നിന്നു. അവൾ പോയി എന്നുറപ്പായപ്പോൾ ബാബു ഓടി മൊബൈൽ എടുത്തു. CCTV ഫുട്ടേജ് റിപ്ലൈ ചെയ്തു. അതിൽ കണ്ടത് അവൾ ചായ കുടിക്കുന്നു, ബാഗ് തുറക്കുന്നു, അതിൽ നിന്നൊരു ചെറിയ പിങ്ക് ഡയറി എടുക്കുന്നു, ഒരു പേനയും, എന്നിട്ട് കുനിഞ്ഞിരുന്ന് എന്തോ എഴുതുന്നു. എഴുതി കഴിഞ്ഞപ്പോൾ ഡയറി അടച്ച് ബാഗിൽ വെച്ചു. പേന പുറത്തെടുത്തില്ല. പിന്നെ ബാബു നിൽക്കുന്ന ഭാഗത്തേക്ക് 2 സെക്കൻഡ് നോക്കി. ഒരു ചെറിയ നിശ്വാസം. എന്നിട്ട് എഴുന്നേറ്റ് പോകുന്നു. ബാബു വീണ്ടും വീണ്ടും ആ വീഡിയോ കണ്ടു. അപ്പോ ഇന്നലത്തെ കുറിപ്പ് അവൾ തന്നെ, സംശയമില്ല. പക്ഷെ ടേബിളിൽ ഇന്ന് കുറിപ്പില്ല. ഇന്നവൾ എന്താ എഴുതിയത്? അത് ഡയറിയിലാണ്. എനിക്ക് വേണ്ടിയല്ലേ? അപ്പോഴാണ് സുകുമാരൻ ചേട്ടൻ വീണ്ടും വന്നത്. എന്താടാ, മോർണിംഗ് ഷോ കഴിഞ്ഞു? നിന്റെ CCTVയിൽ എന്താ? ഷെക്കിലയോ? ബാബു ഞെട്ടി മൊബൈൽ മറച്ചു. ഒന്നുമില്ല ചേട്ടാ. നീ ഒരു CID ആവുന്ന ലക്ഷണമാ. ആ പെണ്ണിനെ പിടിക്കാൻ നീ കെണി വെക്കുവാണോ? സൂക്ഷിച്ചോ, അവളുടെ വീട്ടുകാർ അറിഞ്ഞാൽ നിന്റെ കട പൊട്ടിക്കും. ബാബുവിന് ചിരി വന്നു. അവളുടെ പേര് പോലെ എനിക്കറിയില്ല ചേട്ടാ. പിന്നെയാ വീട്ടുകാരും. രാത്രി ബാബു ആലോചിച്ചു, ഇനി എന്തു ചെയ്യും? ഡയറി എങ്ങനെ വായിക്കും? അത് മോഷണമല്ലേ? അവന്റെ മനസാക്ഷി പറഞ്ഞു. പോടപ്പൊട്ട, പ്രേമത്തിന് അതൊക്കെ ഒരു മറയാണ്. നീ അത് വായിച്ചേ പറ്റൂ. തുടരും.